എനിക്കേറെ പ്രിയങ്കരനായ നമ്മുടെ മധുവനത്തിൻ്റെ മുഖ്യ സാരഥിയായിട്ടുള്ള ശ്രീ കൃഷ്ണൻ കർത്താവ് അവർകൾ, എൻ്റെ പ്രിയപ്പെട്ട അനുജനും കേരളത്തിലെ പ്രമുഖ ചിത്രകാരനുമായിട്ടുള്ള ശ്രീ ബൈജു ദേവ്, നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പ്രദീപ് കൂരമ്പാല, വർമ്മ അടക്കമുള്ള പ്രമുഖരായ കലാകാരന്മാർ, ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ, മറ്റ് സുഹൃത്തുക്കളെ, ഈ മധുവനത്തിൻ്റെ ഈ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ നിരവധി പരിപാടികളിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനിടയ്ക്ക് 3-4 തവണ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായ ആളാണ് ഞാൻ. അത് അദ്ദേഹം സൂചിപ്പിക്കുകയുമുണ്ടായി. എന്തിനാണ് ഈ ആശ്രമത്തിൽ ക്യാമ്പ് ഇതുപോലുള്ള ചിത്രകലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നത് എന്ന് ചോദിച്ചു. കാരണം ചിത്രകലയായാലും നേരത്തെ ഇവിടെ ഒരു വർഷം മുമ്പ് സാഹിത്യത്തിലും സിനിമയിലും നാടകത്തിലും ചിത്രകലയിലും ശില്പകലയിലുമുള്ള ഒരു ദേശീയ സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. കാരണം ശരിക്കും ഇത്തരമൊരു അന്തരീക്ഷമാണ് കലാകാരൻ്റെ മനസ്സിനെ കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കലാകാരൻ, നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ആ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാവുക. നമ്മുടെ കലാപ്രപഞ്ചവും നമ്മുടെ ആശയപ്രപഞ്ചവും തമ്മിലുള്ള ഒരു സംവാദം നടക്കുന്നത് ഇത്തരം മുഹൂർത്തങ്ങളിലാണ്, അല്ലെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിലാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവാദം നടക്കുമ്പോഴാണ് നമുക്ക് ക്രിയാത്മകമായ രചനകൾ നമുക്കുണ്ടാക്കാൻ പറ്റുക. നമ്മളിപ്പോൾ ഒരു ഛായാചിത്രം വരയ്ക്കുമ്പോഴത്തേക്ക് ആ ആളിനെ നമ്മൾ പരമാവധി അതിലേക്ക് സ്വാംശീകരിക്കാൻ, ആ ചിത്രതലത്തിലേക്ക് സ്വാംശീകരിക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ അതിനപ്പുറം ഈ ആളിൻ്റെ മാനസിക വ്യാപാരമടക്കമുള്ള, അല്ലെങ്കിൽ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങൾ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം വരുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു പുതിയ ഭാവം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് അതിനകത്ത് ഒരു പുതിയ കാഴ്ച നമുക്കുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ ചിത്രകാരന്മാരൊക്കെ കൂടുതൽ പഠന വിധേയമാക്കിയിട്ടുള്ളതാണ്. നമ്മൾ പിക്കാസോയുടെ ചിത്രങ്ങളായാലും അതുപോലെ അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നെക്കാളും നന്നായി അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ, പുതിയ കാലത്ത് എങ്ങനെയാണ് കലയിലൂടെ അടയാളപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ അവരോട് ഈ ഇതിനെക്കുറിച്ച് കലയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ എനിക്കറിയാം. എന്നാൽ പോലും ഈ ഒരു അന്തരീക്ഷം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഈ അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ശാന്തതയെ നമുക്ക് നമ്മുടെ ക്യാൻവാസിലേക്ക് എങ്ങനെ ആവാഹിച്ച് അവതരിപ്പിക്കാം, ആ നിശബ്ദതയിൽ നിന്ന്, അല്ലെങ്കിൽ ശാന്തതയിൽ നിന്ന് പുതിയൊരു ഉണർവ്, ഒരു വെളിച്ചം നമുക്കെങ്ങനെയാണ് നമുക്ക് സമൂഹത്തിലേക്ക്, നമ്മുടെ ആസ്വാദകരിലേക്ക് കൊടുക്കാൻ പറ്റുക എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. ആ ഒരു വഴിക്ക് കൂടുതൽ വർണ്ണാഭമായ രചനകൾ ഈ ക്യാമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, നേരത്തെ നമ്മുടെ പ്രൊഫസർ ജി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്തായാലും ഞാൻ കയറി വന്നപ്പോൾ ആദ്യം കണ്ടത് അദ്ദേഹത്തിൻ്റെ മുഖമാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്ക് ഒരു മാനസികമായ ഒരു വിറയൽ, അല്ലെങ്കിൽ മാനസികമായൊരു ഇടർച്ച നമുക്കുണ്ടാവും. നമ്മുടെ വാക്കുകളിലും ഒക്കെ അത് വരും. എനിക്ക് പ്രത്യേകിച്ചും അത്തരം ഒരു സ്വഭാവമുള്ള ആളാണ്, പ്രത്യേകിച്ച് പെട്ടെന്ന് ഇമോഷണലാകുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ആ മുഖം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത ദുഃഖമാണ് തോന്നിയത്. വീണ്ടും നമ്മളെപ്പോഴും അദ്ദേഹത്തെ ഓർക്കില്ല, എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ പുസ്തകങ്ങൾ മറിച്ച് നോക്കുമ്പോഴും, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴുമൊക്കെ ഉണ്ണികൃഷ്ണൻ മനസ്സിലേക്ക് കടന്നു വരും. അദ്ദേഹം മാവേലിക്കര പഠിക്കുന്ന കാലത്ത് ആദ്യമായി അവിടെ ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ആളുകളിൽ ഒരാൾ ഞാനായിരുന്നു. അന്ന് തുടങ്ങിയ ബന്ധമാണ് അവസാനിച്ചു പോയത്. അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് ഒരുപാട്, ഇപ്പം തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ 1 മാൻ ഷോ നടത്തിയപ്പോൾ
അത് പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്നുള്ള നിലയ്ക്ക് എന്നെയാണ് വിളിച്ചത്. ഒരുപാട് പ്രഗത്ഭർ തൃശ്ശൂർ ഉള്ളപ്പോൾ പോലും എന്നെ കൊണ്ടാണ് അത് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആത്മബന്ധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ഓർത്തതിലുള്ള ആ ഒരു വലിയ മനസ്സിനെ നമിക്കുന്നു. നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടകൻ്റെ നിന്ന് ആദ്യത്തെ ഈ ക്യാൻവാസ് സ്വീകരിക്കാനായി ശ്രീ പാർത്ഥസാരഥി വർമ്മയെ ക്ഷണിച്ചു കൊള്ളുന്നു.